തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ധനസഹായം അഭ്യർത്ഥിച്ച് നിലമ്പൂരിലെ സ്വതന്ത്ര സ്ഥാനാർത്ഥി പി വി അൻവർ സംഭാവന ധാർമ്മിക പിന്തുണയായി കാണുമെന്നും സമ്പാദ്യമെല്ലാം നഷ്ടപ്പെട്ടുവെന്നും അൻവർ ഫേസ്ബുക്കിൽ കുറിച്ചു. അതേസമയം ഇടതുപാളയത്തെ വെട്ടിലാക്കി നിലമ്പൂർ നഗരസഭ ഇടത് കൌൺസിലർ ഇസ്മയിൽ എരഞ്ഞിക്കൽ പി വി അൻവറിനൊപ്പം ചേർന്നു. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ക്രൗഡ് ഫണ്ടിംഗ് ആണ് പി വി അൻവർ ഉദ്ദേശിക്കുന്നത്. അക്കൗണ്ട് വിവരങ്ങൾ സഹിതം ഫേസ്ബുക്കിൽ അഭ്യർത്ഥന. സത്യവാങ്മൂലത്തിൽ കാണിച്ചതുപോലെ 52 കോടിയുടെ സ്വത്തുവകകളുണ്ടെങ്കിലും ഒരു ഭൂമി പോലും വിൽക്കാൻ കഴിയാത്ത അവസ്ഥയാണെന്നും പിണറായി സ്ഥിതിനെതിരെ പോരാടി സമ്പാദ്യമെല്ലാം നഷ്ടപ്പെട്ടുവെന്നും അൻവർ. ഇപ്പോൾ തൃണമൂലിന്റെ ഒരു സഹായത്തോട് കൂടിയിട്ടൊരു പോരാട്ടം നടത്തി എനിക്ക് പൈസ വേണമെന്ന് പറയാൻ എനിക്കറിയില്ല. എനിക്ക് പൈസ വേണമെങ്കിൽ രാഷ്ട്രീയ സഹായം അല്ല, രാഷ്ട്രീയ സഹായം പൊളിറ്റിക്കൽ അവിടെ ലീഡേഴ്സ് വരും. മമതയൊക്കെ പ്രതീക്ഷിക്കണം. മമതയെ പ്രതീക്ഷിച്ചു ചിഹ്നമായിരുന്നെങ്കിൽ അവർ വരുമായിരുന്നു. ചിഹ്നമല്ലാത്ത സ്ഥിതിക്ക് അവരെ കമ്പൽ ചെയ്യുന്നതിൽ അർത്ഥമില്ലല്ലോ. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ ഇടതുപാളയത്തെ വെട്ടിലാക്കി നിലമ്പൂർ നഗരസഭ ഇടത് കൌൺസിലർ തൃണമൂൽ കോൺഗ്രസിൽ ചേർന്നു. JDS ദേശീയ കൌൺസിൽ അംഗം ഇസ്മയിൽ എരഞ്ഞിക്കലാണ് തൃണമൂൽ കോൺഗ്രസിൽ ചേർന്നത്. ഞാൻ ഉന്നയിക്കുന്ന പ്രശ്നങ്ങളാണ്, അല്ലെങ്കിൽ ഞാൻ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളാണ് പി വി അൻവറും ഉയർത്തി കാണിക്കുന്നത്. അത് അൻവർ നയിക്കുന്ന തൃണമൂൽ കോൺഗ്രസിലേക്ക് ഇന്ന് നമ്മൾ 10 മണിയോടുകൂടി പാർട്ടിയിൽ ചേരാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്. നിലമ്പൂർ നിയോജകമണ്ഡലത്തിൽ നമ്മളെ കൂടെ നിൽക്കുന്ന ഭാരവാഹികളും പ്രവർത്തകരും അടങ്ങുന്ന ഒരു ടീം ഇന്നു മുതൽ അൻവറിന്റെ കൂടെ പ്രവർത്തിക്കാനും അദ്ദേഹത്തിന്റെ വിജയത്തിനു വേണ്ടി പ്രവർത്തിക്കാനും തീരുമാനിച്ചു. JDSലെ ഒരു വിഭാഗം ഭാരവാഹികളും TMCയിൽ ചേർന്നു. മഹുവ മൊയ്ത്ര അടക്കമുള്ള തൃണമൂൽ കോൺഗ്രസ് നേതാക്കളെ പ്രചാരണത്തിനെത്തിക്കാനാണ് അൻവർ ക്യാമ്പിന്റെ ശ്രമം. ടീം 24 നിലമ്പൂർ.